ആലപ്പുഴയിൽ ഗുരുതര വൈകല്യങ്ങളോടുകൂടി ജനിച്ച കുഞ്ഞിന്റെ വീട് സന്ദർശിച്ച ശേഷം KC വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് അന്വേഷണം നടക്കട്ടെ, പോട്ടെ, നടപടി പോട്ടെ. തുടർ ചികിത്സാ കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാൻ ആരെയാണ് ഇരിക്കുന്നത്? സർക്കാർ. ഈ തുടർ ചികിത്സാ കാര്യത്തിൽ ഇനിയും അവർ നടപടി എടുത്തതിന് അർത്ഥം എന്താണ്? അവരുടെ ഭാഗത്ത് കുറ്റം ഉണ്ടായതുകൊണ്ടാണല്ലോ നടപടി എടുത്തത്. പ്രഥമദൃഷ്ട്യാ കുറ്റം കണ്ടുകൊണ്ടാണല്ലോ നടപടി എടുത്തത്. അപ്പോൾ ഈ ചികിത്സാ കാര്യത്തിലുള്ള ഈ താമസം അത് വളരെ കുറ്റകരമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്ന് വീണ്ടും സർക്കാരുമായിട്ട് ബന്ധപ്പെടും. ഇക്കാര്യത്തിൽ അവർ അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. ഈ കുടുംബം അങ്ങനെ തനിച്ചാവില്ല. ഈ കുടുംബത്തിലൂടെ നാടുണ്ട്, ജനങ്ങളുണ്ട്, ഞങ്ങളെല്ലാം ഉണ്ട് അവരുടെ എല്ലാ കാര്യത്തിലും. WNC ആശുപത്രിക്ക് തുടർച്ചയായിട്ട് ആക്ഷേപങ്ങൾ വരികയാണ്. പ്രത്യേകിച്ച് ഈ ആലപ്പുഴയിലെ ഈ ദരിദ്രർ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. അതിനെക്കുറിച്ച് സ്ഥിരമായിട്ട് ആക്ഷേപങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതിനകത്ത് സർക്കാർ ഗൗരവതരമായിട്ട് ആലോചിക്കണം. WNC മാത്രമല്ല, മെഡിക്കൽ കോളേജിനൊന്നും പരാതിയാണല്ലോ. നമ്മൾ പരാതി പറയുന്നത് പൊതുജനാരോഗ്യം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടാണ് നമ്മൾ പരാതി പറയുന്നത്. ഞാൻ സർക്കാർ ആശുപത്രിയുടെ എല്ലാം തകരാറിലാണെന്ന് വരുത്തി തീർക്കാനുള്ള പ്രചരണത്തിൽ ഞാനില്ല. പക്ഷേ അതിലെ പാകപ്പിഴകൾ കണ്ടെത്താൽ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ലെങ്കിൽ അത്തരം പ്രചരണക്കാർക്ക് വളമിട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ WNC ആശുപത്രിയിൽ എത്രയോ കംപ്ലൈൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ താമസിക്കുന്നതിന് തൊട്ട് പിന്നിൽ തന്നെ ഒരു കുട്ടി മരിച്ചതായിട്ട് സംഭവം ഉണ്ടായി. അന്നും നമ്മൾ മുഖ്യമന്ത്രി അറിയിച്ചു, ഒരു കമ്മിറ്റി വെക്കും. നമ്മൾ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അവരൊരു കമ്മിറ്റി വെക്കും. കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തോ എന്നുള്ളത് നമുക്കറിയില്ല, ആക്ഷൻ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. സർക്കാർ ഇക്കാര്യത്തിൽ കുറച്ച് ട്രാൻസ്പെറൻസിയോടുകൂടി സമീപിക്കണം. ഡോക്ടർമാരെല്ലാം കുഴപ്പക്കാരാണെന്ന അഭിപ്രായം നമുക്കില്ല, ലാബുകളെല്ലാം കുഴപ്പക്കാരാണെന്ന അഭിപ്രായം നമുക്കില്ല. കുഴപ്പം കാണുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വസ്തുനിഷ്ഠകൾ മനസ്സിലാക്കി കുറ്റം കണ്ടാൽ അതിന് തക്കതായ നടപടി സ്വീകരിച്ചാൽ ഇത് ആവർത്തിക്കില്ല. അതില്ല. ആരോഗ്യരംഗത്തിന് ഏറ്റവും കുറഞ്ഞ പരിഗണനയാണ് ഈ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പാടില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ടവരെ മാത്രം ആശ്രയിക്കുന്ന ആശുപത്രികളാണ് മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും അതുപോലെ WNC ആശുപത്രിയും. മാത്രമല്ല WNC ആശുപത്രിയിൽ ഈ പ്രസവ സംബന്ധമായ കാര്യങ്ങളൊക്കെ സർക്കാർ സൗജന്യമായി കൊടുക്കുന്നതാണ്. ജനനി സുരക്ഷാ യോജന എന്ന് പറയുന്ന പദ്ധതി മുൻപേ ഉണ്ടായതാണ്. പാവപ്പെട്ടവരുടെ മുഴുവൻ പ്രസവ ചികിത്സയും പ്രസവാനന്തര ചികിത്സയും എല്ലാം സൗജന്യമാണ്. അപ്പോൾ അത് കൊടുക്കേണ്ട ആശുപത്രി അത് കൊടുക്കാതെ അവിടെ റേഡിയോളജിസ്റ്റ് ഇല്ല എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞ് ഇതില്ലാതാക്കുന്നത് ശരിയായ കാര്യമല്ല. എന്തായാലും ഗൗരവതരമായൊരു സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ നിലയിലും ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് യോഗം വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഇതുപോലെ അല്ല, CPM-ൽ നിന്ന് നേതാക്കൾ BJP-യിലേക്ക് പോകുന്ന ഒരു കാഴ്ച. ഏറ്റവും ഒടുവിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് വിപിൻ സി ബാബു BJP-യിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിന്റെ ഒരു അഭിപ്രായം എന്താണ്? അല്ലാതെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. CPM-ന്റെ ആഭ്യന്തര കാര്യമാണ്. CPM-ന്റെ ആളുകളെ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് നോക്കിയാൽ അറിയാം. ആലപ്പുഴയിൽ തന്നെ CPM-ന്റെ കോട്ടകളിൽ പോലും BJP-യിലേക്ക് ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് കാരണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചോർച്ച ഒഴിവാക്കാനുള്ള സ്വീകരിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അവരുടെ ആഭ്യന്തര കാര്യങ്ങൾക്ക് ഞാൻ ഇടപെടുകയല്ല, അത് അവരുടെ പാർട്ടി കാര്യമാണ്. പക്ഷേ അവർ തിരിച്ച് ഞങ്ങളെക്കുറിച്ച് ആക്ഷേപം പറയുന്നത് ഞങ്ങളാണ് BJP-ക്ക് സൗകര്യം ചെയ്തത് അല്ല എന്ന് തെളിയിക്കുന്നതാണ്. അവരുടെ എല്ലാ വാദങ്ങളും അക്കാര്യത്തിൽ പൊള്ളയാണ്. സത്യത്തിൽ BJP-ക്ക് റിക്രൂട്ട്മെന്റ് ചെയ്തു കൊടുക്കുന്ന ജോലി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞതാണ്. ഞങ്ങൾ 19 സീറ്റിൽ ജയിച്ചപ്പോൾ CPM-ന്റെ സീറ്റുകൾ പലരും നഷ്ടപ്പെടുന്നതിന് കാരണക്കാരായിട്ടുള്ളത് അതാണ് മനസ്സിലാക്കുന്നത്. ആലപ്പുഴയിൽ ഗുരുതര വൈകല്യങ്ങളോടെ പിറന്ന നവജാത ശിശുവിന്റെ തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്നത് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുള്ളതാണ്. ഇനിയും വേണ്ടി വന്നാൽ അത്തരം നടപടികളിലേക്ക് കടക്കും. എന്തിനാണ് സർക്കാർ കാത്തു നിൽക്കുന്നത്? ദയനീയമായ അവസ്ഥയാണ് ആ കുഞ്ഞിൻ്റേത് എന്നത് സന്ദർശിച്ച ശേഷം KC വേണുഗോപാൽ വ്യക്തമാക്കുന്നു.